ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു സൗദി ട്രിപ്പിലാണുള്ളത്. ഒറ്റമൈൻഡാണ്. ഒറ്റമൈൻഡ് എന്ന് പറയാൻ കാരണം ഒറ്റമൈൻഡിൻ്റെ കാരണക്കാരൻ ഇയാളാണ്. ഇന്നലെ രാത്രി അട്ടപ്പാതിരക്ക് വിളിച്ചാണ്ട് പറഞ്ഞു ഇനി പാസ്പോർട്ട് എടുത്ത് താഴേക്ക് ഇറങ്ങി നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് എടുത്ത് ഇറങ്ങി നേരെ സൗദിക്കാണ് വിട്ടത്. കൂടെ ഒരുത്തനും ഉണ്ടേന്. ഓനെ ഉറക്കത്തുനിന്ന് എടുത്താണ് കൊണ്ടുവരാണ്. ഓൻ ഇപ്പോഴും ഉറങ്ങി തന്നെയാണ് ബാക്കിൽ. അങ്ങനെ സൗദി കഴിഞ്ഞ് ഇപ്പൊ ബഹ്റൈന് പാലം കയറിയാണ് ബഹ്റൈനിക്ക് എത്തിയിട്ടുണ്ട്. എങ്ങോട്ടാണ് ഒരു ഐഡിയ ഇല്ല. പഠിച്ചോൻ അറിയാം എങ്ങോട്ടാ പോകണം എന്നുള്ളത്. ഇവിടുത്തെ പോകണ സത്യത്തില് എന്താ ഉദ്ദേശം? ബഹ്റൈൻ കണ്ടുപോരെ. അതിനാണ് അപ്പൊ ഈ ഉറങ്ങോടത്തോണ്ട് ഞാൻ ഡ്രസ്സും കൂടി മാറ്റിയില്ല. ആ കടക്കിനോടത്ത് നിന്നിട്ടാണ് പോകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി വിസ നിർത്തിയോണ്ടും അതുപോലെ ഹജ്ജ് സീസൺ ആയതുകൊണ്ടും ബോർഡറിൽ തീരെ തിരക്കില്ലായിരുന്നു. ഖത്തർ സൗദി ബോർഡറിൽ തീരെ തിരക്കില്ലായിരുന്നു. നിലവിൽ സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസ വാലിഡിറ്റി ഉള്ളവർക്ക് അത് വെച്ച് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു വീക്കിന് കിട്ടും. അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് 1 മന്ത് എടുക്കണം. അതുപോലെ ബഹ്റൈന് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ മിനിമം 3 ദിവസത്തേക്ക് 23 റിയാലിന് കിട്ടും. അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മിനിമം 1 വീക്കിനെ കിട്ടുള്ളൂ. 1 വീക്കിന് 150 റിയാലാണ് വരുന്നത്. യാസറിന്റെ കസിന്റെ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി അവിടുന്ന് നേരെ പള്ളിയിൽ പോയിട്ട് പള്ളി കഴിഞ്ഞ് നേരെ ഡ്രാഗൺ മാളിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് തിരിച്ച് നേരെ ഖത്തറിലോട്ട് പോകുന്ന വഴി സൗദി ബഹ്റൈൻ ബോർഡറിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒരു ചായ കുടിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് നേരെ കോബാറിലുള്ള ഉഫയിലോട്ടാണ് പോയത്. ഞാൻ ഉഫൂഫ് ദമാവ് വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഇവിടുന്ന് ബ്രോസ്റ്റ് കഴിക്കാറുണ്ട്. അങ്ങനെ ഇവിടുത്തെ ബ്രോസ്റ്റ് എല്ലാം കഴിച്ച് തിരിച്ച് ഖത്തറിലോട്ട് പോകുന്ന വഴിയാണ് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയത്. ടയറിലൊരു ആണി കയറി വണ്ടി പഞ്ചറായി. അങ്ങനെ പഞ്ചറെല്ലാം തിരിച്ച് നേരെ ഖത്തറിലോട്ട്. അങ്ങനെ ഒറ്റമൈൻഡ് യാത്രക്ക് ഇവിടെ വിരാമം.